ഡൽഹിക്ക് പോയ മേനോൻ മുഖ്യമന്ത്രിയുടെ ഡ്രസ്സിങ്ങിലുമുണ്ട് രാഷ്ട്രീയവും ചില പ്രീണനവും. കേരളത്തിലെ മൂരിബുദ്ധികൾക്ക് കണ്ടാൽ അങ്ങോട്ട് അത്ര ദഹിക്കില്ല എങ്കിലും എന്താണ് ഇവൻ എല്ലാത്തിലും ഇങ്ങനെ ചികഞ്ഞു നോക്കുന്നത്, കുറ്റം പറയുന്നത് എന്ന് വേണമെങ്കിൽ ചിലർക്ക് തോന്നാം. റീൽസ് ആയിട്ട് കോൺഗ്രസ്സുകാർ തന്നെ പുറത്തേക്ക് വിട്ട മേനോൻ മുഖ്യന്റെ ദൃശ്യമാണ്. ആ ഡ്രസ്സിങ് കണ്ടോ? നിങ്ങൾക്ക് ആ ഡ്രസ്സിങ് കണ്ടിട്ട് എന്തെങ്കിലും സവിശേഷത? അത് ഡൽഹിക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് കുറച്ചുകൂടിയൊക്കെ വെൽ ഡ്രസ്ഡ് ആകണ്ടേ എന്ന് ചോദിക്കും. അവിടെയാണ് നിങ്ങളുടെ തലയ്ക്കകത്തുള്ള ചിന്തയില്ലായ്മയെ മേനോൻ മുഖ്യമന്ത്രി വിദഗ്ധമായി പൂക്കി വിടുന്നത്. കാര്യം, ഡൽഹിക്ക് ചെല്ലുമ്പോൾ ഇമാതിരി ഡ്രസ് കോഡ് ആരാണ് ധരിക്കാറുള്ളത്? നിങ്ങൾക്ക് പെട്ടെന്ന് സംശയം വരും. പക്ഷേ നാട്ടുകാർക്ക് കൃത്യമായിട്ട് ഓർമ്മ വരും. അതേ മോഡൽ, അതേ നിറം. ദേ അങ്ങോട്ട് നോക്കി കണ്ടോ? എന്താ ചേർച്ച, എന്താ പൊരുത്തം! അവരിൽ ഒരാളാണെന്നേ തോന്നുള്ളൂ. ഇതെന്തിനാണ് ഇങ്ങനെ കാട്ടിത്തരുന്നതെന്നല്ലേ? ഇതൊക്കെ ഒളിച്ചു കടത്തലുകളാണ്. ഇതൊക്കെ മനുഷ്യരുടെ സാധാരണ ചിന്തകളിലൂടെ കടന്നു പോകില്ല. പക്ഷെ മേനോൻ മുഖ്യമന്ത്രി കൊടുക്കുന്ന ഈ സൈൻ, ഇത് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നവർക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും. അവരുടേതായ രീതിയിൽ നടക്കുമ്പോൾ മുൻകാലങ്ങളിൽ അവരുടേതായിട്ടുള്ള ഗോൾവാൾക്കറിന്റെ മുന്നിൽ തൊഴുതു വണങ്ങിയ അതേ വ്യക്തി അവരിൽ ഒരാളെ റോൾ മോഡൽ ആക്കിക്കൊണ്ട് അതേപോലെ തന്നെ ഡ്രസ് ഇടുമ്പോൾ അതിലെ രാഷ്ട്രീയം അത് മനസ്സിലാക്കാൻ കുറച്ച് ചിന്താഗതി വേണം, കുറച്ച് ലോജിക്കൽ കാഴ്ചകൾ കാണാൻ കഴിയണം. അല്ലാതെ നേരെ നീതി ആയോഗിന്റെ യോഗത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ മുണ്ടും ഷർട്ടും ഇട്ടാലും അവിടെ കയറ്റും. പക്ഷേ നീതി ആയോഗിന്റെ യോഗത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ ആരുടെ പക്ഷത്താണെന്ന് തോന്നൽ വേണം. നിങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഹിന്ദുവിന് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞ ഒരു റോൾ മോഡൽ ഉണ്ട്, മോഡി എന്ന് പറഞ്ഞത്. ഇംഗ്ലീഷ് അഭിമുഖത്തിൽ അദ്ദേഹം വെറും ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി അങ്ങ് പ്രധാനമന്ത്രി ആയതുവരെ അത് എങ്ങനെയാണ് ആ ബ്രാൻഡ് വിറ്റഴിക്കേണ്ടത്, അതൊരു ബിസിനസ് പോലെയാണെന്ന് പറഞ്ഞതുപോലെ താൻ എന്ന ബ്രാൻഡിനെ എങ്ങനെയാണ് സംഘികൾക്ക് മുന്നിൽ വിറ്റഴിക്കേണ്ടത്, അതിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത്, നാളുകളിലായാലും അവർക്കൊപ്പം എത്തുമെന്നുള്ള തോന്നലുണ്ടാക്കാനുള്ള നല്ല രീതിയിലുള്ള സൈനുകൾ അദ്ദേഹം കൊടുക്കുന്നുണ്ട്. ഈ സൈനുകൾ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല. കുറച്ചുകൂടി അങ്ങോട്ട് പോകട്ടെ. ആ പോകുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഇപ്പോൾ കുറച്ചൊക്കെ മിന്നിമായുന്നുണ്ട്, അത് കൂടുതൽ വ്യക്തമാകും. കാര്യം, അധികാരത്തിലേറി ബജറ്റിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരക്ഷരം പോലും കേന്ദ്രത്തെ വിമർശിച്ചിട്ടില്ല. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതുവരെ അദ്ദേഹത്തിന് വേണ്ട എന്ന് ഉറക്കെ പറഞ്ഞിട്ടില്ല. അഴകുഴമ്പൻ സ്റ്റൈലിൽ മുന്നോട്ട് പോവുകയാണ്. കേരള സർക്കാർ രൂപീകരിച്ച കേരയിൽ റദ്ദാക്കിക്കൊണ്ട് നിങ്ങളുടെ പദ്ധതി ഞങ്ങൾക്ക് തരൂ, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നുള്ള ഐക്യദാർഢ്യപ്പെടൽ അവിടെയുമുണ്ട്. സംഘികൾക്ക് വേണ്ടി മത്സരിച്ച ശ്രീധരനെ പൊക്കിക്കൊണ്ട് അദ്ദേഹം അവർക്കൊപ്പം അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്ന പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ കുറെ കാലമായി സംഘപരിവാർ നോട്ടമിട്ടിരിക്കുന്നതാണ്. കാര്യം, അവരുടെ VC-മാരെ നിയമിച്ചാൽ മാത്രമേ അവരുടെ ആശയങ്ങൾ അവിടേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഇടതുപക്ഷം ശക്തമായി പ്രതിരോധിക്കുമ്പോൾ നിശബ്ദമായി നോക്കി നിന്ന് ഡീൽ എന്ന് പറഞ്ഞവർ അധികാരത്തിലെത്തിയ ഉടനെ MG സർവകലാശാലയിൽ 916 സംഘപരിവാർ VC വന്നു, 19 ലിസ്റ്റ് കൊടുത്തു. ഒരക്ഷരം എതിർത്ത് പറഞ്ഞിട്ടില്ല. അടിക്കടി ഉയരുന്ന പെട്രോൾ വില അത് നിയന്ത്രിക്കണമെന്ന് ഇതുവരെ കേന്ദ്രത്തിന് ഒരു കത്ത് പോലും എഴുതാത്ത ആ വിശാല ഹൃദയൻ ഡൽഹിയിലെത്തുമ്പോൾ, ഈ വേഷത്തിൽ ചെല്ലുമ്പോൾ, വാക്കുകൊണ്ട് പോലും ഒരു ഉപദ്രവം ഉണ്ടാക്കാത്ത വ്യക്തി അവരുടെ അതേ മോഡലിൽ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും കാണുമ്പോൾ നമ്മുടെ കൊച്ചനാണ് എന്നൊരു തോന്നൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിലൂടെ ചില നീക്കുപോക്കുകൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.